സൈറാസ് ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാമോളം ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം അതും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം. മുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെയൊക്കെ ഒരു കുത്തു മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മസാലയുടെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് ഒരു ബോളാക്കി എടുത്തതിന് ശേഷം അതൊന്ന് കയ്യിൽ വെച്ച് പരത്തി ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മസാലയും കൂടി ഷേപ്പാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതിലേക്കുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റ് ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനും കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ മറ്റേ വശം കൂടി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.